ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈദ് റബീഇൻ്റെ ഈ പ്രൗഢമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സലഫിസം ഭീകരവാദം തന്നെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നമുക്കറിയാം, സലഫ് അഥവാ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഈ സലഫ് എന്ന വാക്കിന് ആ പദത്തിൽ നിന്നാണ് ഭാഷാപരമായി സലഫി എന്ന പദം ഉത്ഭവിച്ചത്. അവ തമ്മിൽ അവകാര്യമായ ബന്ധം കാണുന്നത് സാധ്യമല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ 3 നൂറ്റാണ്ടുകളായി ജീവിച്ച ആളുകളായിരുന്നു സലഫുകൾ. എന്നാൽ ആധുനിക കാലത്തെ സലഫികൾ അവർ എത്രത്തോളം ഭീകരമാണെന്ന് നാം അറിയേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം അപകടകരമാണ്. 18-ാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കരങ്ങളാലാണ് സലഫി എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇസ്ലാമിക സൂഫിസത്തിന്റെ ആശയങ്ങളെ പ്രചോദനമാക്കിയിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് ഒരുക്കിയ ആ സംഘടന പടച്ച റബ്ബിനോട് പങ്കു ചേർക്കുന്നത് അതിന് സമാനമായിട്ടാണ്. മക്ബറ സിയാറത്തുകളും തുടർന്നുള്ള കാര്യങ്ങളും തടയുന്നത് എന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആ സംഘടന അവകാശപ്പെടുന്നത്. അവിശ്വാസികളെ വേട്ടയാടിയതിന്റെ ചരിത്രങ്ങൾ പുരാവൃത്യമാണ്. ഇസ്ലാമിൽ കടന്നുകൂടിയ ഈ വഹാബിസം നമുക്ക് മുന്നോട്ട് വെക്കുന്നത് പല കാലഘട്ടങ്ങളിലായിട്ട് ഇസ്ലാമിനെ പല വിധത്തിലും എത്രത്തോളം അവർ നമുക്ക് ആശയങ്ങളെ തിരിച്ചറിയാതെ അല്ല എങ്കിൽ ആശയങ്ങൾക്ക് കോട്ടം വരുത്തുന്ന പല വിഷയങ്ങളും അവർ ഇസ്ലാമിന്റെ പേരിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നജിദിലെ ഭരണാധികാരിയായ ബിൻ സൗദി അവിടുത്തെ സലഫിസം അംഗീകരിക്കുകയും പിന്നീട് സൗദി ഭരണകൂടത്തിൽ മായാട്ടിൻ അറേബ്യൻ യുവതി സാക്ഷിയാവുകയും ചെയ്ത ആ പ്രതിരോധ വലയം തീർത്ത സംഭവം നമുക്ക് മറന്നു കളയാനാകില്ല. എത്രത്തോളം ഭീകരമാണെന്ന് വെച്ചാൽ അറുങ്കുല ചെയ്ത് രക്തപ്പൊയൊഴുക്കിയപ്പോൾ ഈ സംഭവത്തിൽ ഒരുപാട് സ്മാരകങ്ങളും നിലയങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ അവർ കാണുന്ന രീതി അനേകം മഹത്തുക്കളുടെ ധർമ്മത്വം തകർത്ത് കളഞ്ഞപ്പോൾ ജമീലയിലെ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ തകർക്കാൻ ഇബ്നു അബ്ദുൽ വഹാബ് മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്തു. ജനതവിധി തകർത്ത് കളഞ്ഞ് തരിപ്പണമാക്കി. തീവ്രവാദികൾ പ്രവാചകന്റെ വീട് പൊളിച്ചു മാറ്റിയ സാഹചര്യമുണ്ടായി. തിരുശേഷിപ്പുകൾ മക്ക അധിനിവേശം നടത്തുകയും ഒരു മഹാചരിത്രത്തിന് തീയിടുകയും പരിശുദ്ധമായ ദലീലയിൽ ഒരുപാട് സ്വഹാബത്തിന്റെ ആസാറുകളും അവിടുന്ന് തകർത്ത് തരിപ്പണമാക്കി ചെയ്ത ഒരു ഭീകര സംഘടനയാണ് ഇബ്നു അബ്ദുൽ വഹാബ് നേതൃത്വം കൊടുത്തിരുന്ന, അല്ല എങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് രൂപീകരിച്ചിരുന്ന ഈ സലഫിസം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.